Okay, hello and good morning, all. A warm welcome to everyone. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. കൂടുതൽ പേരും പുതിയ ആളുകളാണ്, മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരാണ്. അവർ പറ്റുമെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ലീനിയർ വെക്ടർ സ്പേസസ് അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്ര എന്ന മൊഡ്യൂള് ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യുന്ന മിക്കവാറും ആ ഒരു ബേസിസിൽ നിന്നായിരിക്കും. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് മൈ presentation. I hope my voice and screen is clear. On the screen you can see my slide now. If it is not visible, please unmute someone, unmute and tell me. Don't message. I won't see messages. I won't see the chat box when in the full screen mode. And if there is any problem, please unmute. Okay, since this is the first class, I will be waiting for 5 minutes for those who want to join and are still waiting outside. Okay, so I will start at sharp 7:20. Okay, it's 7:20 now. We'll start. So quantum mechanics. ക്വാണ്ടം മെക്കാനിക്സ് ആണെന്ന് ഈവൻ ഓൾ ഓഫ് ദി സയൻസ് എടുത്താൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ക്വാണ്ടം മെക്കാനിക്സ്. ബിക്കോസ് if you see any technology or if you see any area of importance, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാം. ഓക്കെ, മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ഈസ് ഫുള്ളി will be depending on quantum mechanics. You can see mainly there are very lot of applications based on quantum mechanics. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേര് മാറിക്കഴിഞ്ഞു. സോ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് പോലും ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് മാറിക്കഴിഞ്ഞു പേര്. വൈ? ബിക്കോസ് there comes new method of computing that is called quantum computing. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് ക്ലാസിക്കൽ ബിറ്റ്സും ക്ലാസിക്കൽ ഗേറ്റ്സും ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഓപ്പറേഷൻസും കൂടുതൽ മെച്ചപ്പെട്ട സ്പീഡും എല്ലാം തരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, ക്വാണ്ടം ഓപ്റ്റിക്സ്, ഒരുപാട് ക്വാണ്ടം മെക്കാനിക്സ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ വളരെ കുറവാണ്. സോ എല്ലാവരും ഏത് ഇൻഡസ്ട്രി ലെവലുള്ള ഏതൊരാളും ഉറ്റുനോക്കുന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നൽകുന്നത് ഒരു വല്ലാത്തൊരു എഡ്ജാണ്. ഓക്കെ, ഇഫ് യു നോ ക്വാണ്ടം മെക്കാനിക്സ് ദെൻ പീപ്പിൾ വിൽ റെസ്പെക്റ്റ് യു. ഓക്കെ, ദാറ്റ് മച്ച് ലെവലിലേക്ക് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇന്ന് അതിൻ്റെ യൂസ്ഫുൾനെസ് ഉയർന്നിട്ടുണ്ട്. ഓക്കെ, സോ ആസ് എ ഫിസിക്സ് സ്റ്റുഡൻസ് നമുക്കത് മനസ്സിലാവാതെ പോകുന്നതാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഫിസിക്സിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാറുണ്ട്, ഓപ്റ്റിക്സ് പഠിക്കാറുണ്ട്, അങ്ങനെ പല ബ്രാഞ്ചുകളും പഠിക്കുന്നതിന് കൂടെ ഒരു ക്വാണ്ടം മെക്കാനിക്സ് അങ്ങ് പഠിച്ചു പോകുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈവൻ ഇൻഡസ്ട്രിയിൽ പോലും പലരും ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന പക്ഷേ പാടുപെടുന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ്. സോ ഫിസിക്സ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് നൽകുന്നത്, ഈവൻ ഫോർ higher education as well as in industry. So with this introduction, let me first briefly discuss our NET syllabus. Okay, because we are all to crack CSER NET JRF course, right? So നമ്മൾ ആദ്യം ഫിസിക്സിലെ CSERൻ്റെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. Okay, so we'll start from the syllabus. First, wave particle duality. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഡി ബ്രോയി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, അത് ഡി ബ്രോയി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിൾ കേസ് ആയിരിക്കില്ല, ചിലപ്പോൾ റിലേറ്റിവിസ്റ്റിക് ആയിരിക്കും, ചിലപ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് ആയിരിക്കും. നോൺ റിലേറ്റിവിസ്റ്റിക് തന്നെ ചാർജ്ഡ് ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അങ്ങനെ പല ഡിഫറെൻറ്റ് cases ഉണ്ട്. we will discuss all these cases. Okay, so next we have Schrodinger equation. Let me make it full screen. Okay, next is Schrodinger equation, time dependent and time independent equations. Okay, ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. This is actually the framework. Okay, we will discuss this as part of postulates of quantum mechanics. Okay, postulates of
quantum mechanics, fundamental postulates of quantum mechanics. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ഈ പോസ്റ്റുലേറ്റ്സിൻ്റെ ബേസിസ് അടിസ്ഥാനത്തിലാണ് അവിടെയാണ് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, so postulates of quantum mechanics. Then eigenvalue problems, some eigenvalue problems. Here we will first discuss the particle in a box, the famous toy model. Particle in a box is a toy model. So this is a famous problem, and harmonic oscillator. This is a very widely applied, very widely nature നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസിലെയും നമുക്കൊരു ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റം ആക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ദർഫോർ ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് വി വിൽ ഡിസ്കസ് ദാറ്റ്. And also we will discuss one more eigenvalue problem, that is hydrogen atom, but that is quite some advanced ആയതുകൊണ്ട് നമ്മളത് ആംഗുലർ മൊമെന്റം ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ കൂടുതലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, then comes tunneling through a barrier. That is actually a potential problem. We will discuss tunneling through a barrier. Okay, then comes wave function in coordinate and momentum spaces. ഇത് ഓൾറെഡി നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ വെക്ടർ സ്പേസ് പഠിച്ചപ്പോൾ, അതായത് ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ചേഞ്ച് ഓഫ് ബേസിസ് എന്താണ്, ഒരു ബേസിൽ നിന്ന് മറ്റൊരു ബേസിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ മൂവ് ചെയ്യാം. സെയിം പ്രോപ്പർട്ടി നമ്മൾ ഫിസിക്സിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. സെയിം കാര്യം ഫിസിക്സിൻ്റെ അപ്ലിക്കേഷൻ ഇവിടെ കോർഡിനേറ്റ് സ്പേസിൽ നിന്ന് മൊമെൻറ്റം സ്പേസിലേക്ക് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഈ ചേഞ്ച് ഓഫ് ബേസിസ് എന്നുള്ള ഐഡിയ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചേഞ്ച് ഓഫ് ബേസിസ് ആ വീഡിയോസ് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ആ പാർട്ടിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, I will share the linear algebra part of mathematical physics to you all. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ലീനിയർ ആൾജിബ്ര മൊഡ്യൂൾ ഞാൻ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്ത് തരും. You must watch all this and come in our class, because ഇതിൻ്റെ മാത്തമാറ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടാണ് അവിടെ ഉള്ളത്, ലീനിയർ ആൾജിബ്ര ഉള്ളത്. സോ ലീനിയർ ആൾജിബ്ര പഠിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് നിൽക്കൊന്നുമല്ല. ക്വാണ്ടം മെക്കാനിക്സ് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് linear vector spaces. Okay, so next comes commutators and Heisenberg uncertainty principle. Commutators and Heisenberg uncertainty principle ഒന്നും പറയാനില്ല, ജസ്റ്റ് നമ്മൾ വിൽ ഡിസ്കസ് commutators and various commutation relations and properties, then Heisenberg uncertainty principle. Okay, then Dirac notation for state vectors. Of course we will start from this Dirac vector. Throughout നമ്മൾ Dirac notation ആയിരിക്കും ഈ കോഴ്സിൽ ഉപയോഗിക്കുന്നത്. We will use the Dirac notation, Bra and Ket notation. I think many of you are already familiar. Next comes motion of a central potential orbital angular momentum. Motion in central potential. അപ്പം ഇവിടെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം വരുന്നത്. ഓക്കെ, motion in central potential where orbital angular momentum algebra, that is angular momentum algebra നമുക്ക് ആ commutation relations ഇല്ലേ, LJ is equal to I epsilon ijk LK, this thing അതാണ് angular momentum algebra എന്ന് പറയുന്നത്. Okay, then we will discuss spin addition of angular momentum hydrogen atom ആണ് അവസാനം ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇതെല്ലാം പാർട്ട് എയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ട് എയിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റ്, ദെൻ ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. പെർട്ടർബേഷൻ തിയറി മറ്റൊരു ആപ്ലിക്കേഷനാണ്, മറ്റൊരു പാർട്ടാണ്, പാർട്ട് എയിലാണ് വരുന്നത്. Let me admit someone has asked permission. So perturbation theory നമ്മൾ ഡിസ്കസ് ചെയ്യും. പെർട്ടർബേഷൻ തിയറി ടൈം ഡിപ്പെൻഡൻറ്റും ടൈം ഇൻഡിപെൻഡൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. Okay, then variation method, WKB method, these are special techniques in quantum mechanics. Then we have time dependent and time dependent perturbation theory, where we use Fermi's golden rule and selection rules, identical particles, then Pauli exclusion principle, spin statistics connection. Okay, I think many people are joining through the link, and I have to wait. Okay, so the part B, in part B we have a spin orbit coupling.
spin orbit coupling and fine structure. This is കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ we have WKB approximation, elementary theory of scattering, phase shifts and partial waves, Born approximation, ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. Then finally we have relativistic quantum mechanics. This is Klein-Gordon equation, Dirac equation, semi-classical theory of radiation. ഇത്രയാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സിലബസിൽ വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഈസ് ദ സിലബസ്. നൗ വിൽ ഗോ ഓൺ ടു ദ ഫസ്റ്റ് ടോപ്പിക്. നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഓക്കെ, സോ മാറ്റർ വേവ്. വാട്ട് ഈസ് മാറ്റർ വേവ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഡി ബ്രോയി ഹൈപ്പോത്തസിസ്. ഇതാണ്. ഇതിന് ചില ആളുകൾ ഡി ബ്രോഗ്ലി എന്നൊക്കെ വായിക്കാറുണ്ട്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. I will read it de Broglie, okay, and sometimes I will also use de Broglie, but don't care. De Broglie എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. എനിക്കറിയില്ല, ഇത് യൂറോപ്യൻ ലാംഗ്വേജസ് ആണ്. സോ ഐ വിൽ പ്രൊനൗൺസ് ഇറ്റ് ആസ് de Broglie. ഫസ്റ്റ് de Broglie ആണ് ഈ ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചത്, ഈ മാറ്റർ വേവ് എന്നുള്ള ഈ ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചത്. The concept of matter behaves like a wave. മാറ്റർ നമ്മൾ അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, അതുവരെ നമ്മൾ കരുതുന്നത് വേവ് നേച്ചർ വേവ്സിന് മാത്രം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഫോർ എനി പാർട്ടിക്കിൾ യു ക്യാൻ അറ്റാച്ച് എ വേവ് പ്രോപ്പർട്ടി. ബട്ട് ഈ നമ്മൾ റിയൽ ലൈഫിൽ അത് കാണാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, റിയൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ വേവ് ഹ്യൂജ് അത് ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വേവ് നേച്ചർ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടേ വരും. ഓക്കെ, സോ ദെർഫോർ വി വിൽ നോട്ട് റെക്കഗ്നൈസ് ഇൻ ദ റിയൽ ലൈഫ്. സോ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് എല്ലാം ഒരു മാറ്റർ വേവ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസബിൾ ബിക്കോസ് ദ വേവ് ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി വെരി സ്മോൾ. Okay, so but it is there. Okay, so the concept of matter behaves like a wave is referred to as de Broglie hypothesis. ഇതിനാണ് നമ്മൾ de Broglie hypothesis എന്ന് വിളിക്കുന്നത്. Okay, all matter can exhibit wave like behavior. ഏത് മാറ്ററിനും, okay, there is no restriction for waves only. Okay, all matter can exhibit wave-like behavior. For example, a beam of electrons instead of a beam of photons. നമ്മൾ സാധാരണ ലൈറ്റിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ സംഭവിക്കുക എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കുക. പക്ഷേ ഇവിടെ ബീം ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഡിഫ്രാക്റ്റഡ് ജസ്റ്റ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് വേവ്. ഓക്കെ, നമുക്ക് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്, ലബോറട്ടറികളിൽ പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഒരു രണ്ട് സ്ലിറ്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. സോ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇലക്ട്രോൺ ബീംസ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ചെയ്ത പോലെ തന്നെ ഇൻ്റർഫറൻസ് ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ മാറ്റർ വേവ്സിനുള്ള ഏറ്റവും വലിയ പ്രൂഫ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. Okay, next the hypothesis can be restated as, നമുക്ക് കുറച്ചുകൂടെ mathematics include ചെയ്യുകയാണെങ്കിൽ the hypothesis can be restated as, to each portion of energy with a proper mass m0, one may associate a periodic phenomenon of frequency nu 0 such that one finds h nu 0 is equal to m0 c square. The frequency nu 0 is measured in the rest frame of the energy packet. എന്താണ് പറയുന്നത്? അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മാസ് m0 ഉള്ള ഒരു പോർഷൻ ഓഫ് എനർജി, ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാൻ നമുക്ക് ആ സിസ്റ്റത്തിനകത്ത് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 1 എപ്സിലോൺ എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ 1 യൂണിറ്റ്സ് എനർജി ഉണ്ടാവും, 2 യൂണിറ്റ്സ് എനർജി, 3 യൂണിറ്റ്സ് എനർജി, അങ്ങനെ ഓരോ യൂണിറ്റ്സ് ഓഫ് എനർജീസ് ഉണ്ടാവും. സോ ഈച്ച് യൂണിറ്റ്സ് ഓഫ് എനർജി ഇറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് പീരിയോഡിക് ഫിനോമിനൻ കോൾഡ് വിത്ത് ഫ്രീക്വൻസി nu 0. ഓരോ എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീരിയോഡിക് ഫ്രീക്വൻസി ഉള്ള ഒരു ഫിനോമിനൻ ഉണ്ട്. ദാറ്റ്സ് വേവ് ഫിനോമിനൻ. ഓക്കെ, സച്ച് ദാറ്റ് അവിടെ നിന്നാണ് ആ എനർജി എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും h ടൈംസ് ദ ഫ്രീക്വൻസി ഓഫ് ദറ്റ് ഫിനോമിനൻ. ഓക്കെ, ആ ഫ്രീക്വൻസിയുടെ വേവ് ഫിനോമിനയുടെ ഫ്രീക്വൻസി എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള എനർജി ആയിരിക്കും, അതിൻ്റെ എനർജി അതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഈ രൂപത്തിൽ ഒരു വേവ് ഫിനോമിനൻ നമുക്ക് അറ്റാച്ച് ചെയ്യാം, ഏതൊരു എനർജി, ഒരു പർട്ടിക്കുലർ എനർജി. ഓക്കെ, this frequency nu 0 is measured in the rest frame of the energy packet. ഈ എനർജി പാക്കറ്റിൻ്റെ റെസ്റ്റ് ഫ്രെയിമിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The de Broglie used the special theory of relativity to find in the frame of the observer the electron energy packet that is moving with velocity v, that its frequency parallelly reduced. Okay, how de Broglie arrived at the expression for the matter wave, okay, or the
relation between wavelength and momentum. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും P is equal to h by lambda. ഈ P equal to h by lambda എന്നുള്ള അല്ലെങ്കിൽ lambda is equal to h by P എന്ന ഈ ഇക്വേഷനിലേക്ക് റിബ്രോയ് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളത് we'll discuss it because it is useful for doing problems. Okay, we'll discuss it next. First, consider നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് we are going to derive the matter ലാംഡ. അതായത് മാറ്ററിൻ്റെ ഓരോ മാറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു വേവ് ലെങ്ത് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലേ. ആ വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ? ഡീബ്രോയ് ചെയ്ത അതേ മെത്തേഡിലാണ്. ഡീബ്രോയ് ചെയ്തെന്താണ്? ഹി കൺസിഡർഡ് 2 റെഫറൻസ് ഫ്രെയിംസസ്. ഹി യൂസ്ഡ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഫസ്റ്റ് 2 റെഫറൻസ് ഫ്രെയിംസ് അദ്ദേഹം കൺസിഡർ ചെയ്തു. ഒരു എസ് ഫ്രെയിമും ഒരു എസ് പ്രൈം ഫ്രെയിമും. ഓക്കെ, അതിനകത്ത് ഈ എസ് പ്രൈം ഫ്രെയിമിനകത്ത് ഒരു M0 കിടക്കുന്നുണ്ട് അറ്റ് ദ ഒറിജിൻ. അതിൻ്റെ ഒറിജിനിൽ എസ് പ്രൈം ഫ്രെയിമിൻ്റെ ഒറിജിനിൽ ഒരു M0 എന്നുള്ളൊരു മാസ് കിടക്കുന്നുണ്ട്. ഓക്കെ, now we are the observers are in another frame S. We are the observers in another frame S. Okay, we are the observers in another frame. Okay, ഇവിടെയാണ് നമ്മളുള്ളത്. The mass is at here. Okay, so നമുക്ക് we can represent the wave ഈ മാസിൻ്റെ ഈ കറസ്പോണ്ടിങ് മാസിൻ്റെ അതായത് ഒറിജിനിൽ കിടക്കുന്ന എസ് പ്രൈം ഫ്രെയിമിൽ ഒറിജിനിൽ കിടക്കുന്ന ഈ മാസിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. I prime is equal to a e power I k x prime minus omega t prime. Okay, because this is a traveling wave. നമുക്കറിയാം ഏതൊരു വേവിനെയും നമുക്ക് ഈ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ വെച്ച് ചെയ്യാമെന്ന് നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ് എ വേവ് ഈസ് cos kx minus omega t, then we can write this as a real part of some exponential I k kx minus omega t, right? Now instead of writing real, we just call this as a complex wave function. Okay, നമ്മൾ കോംപ്ലക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാണ്? പിന്നെ റിയൽ പാർട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, so we just consider the complex representation of the wave function, that is psi prime is equal to a e power I into kx prime minus omega t prime. Okay, this will be the wave function because if free particle can be represented using the wave function using this wave function. ഒരു പ്ലെയിൻ വേവ് ആയിട്ടാണ് നമ്മൾ ഫ്രീ പാർട്ടിക്കിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അതൊന്ന് എഴുതി വെക്കാം. ഫ്രീ particles can be represented using the wave function of a wave function plane wave. Okay, ഫ്രീ പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് പ്ലെയിൻ വേവ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രീ അല്ലാത്ത പാർട്ടിക്കിൾസിൻ്റെ ഒന്ന് ചോദിക്കാം അല്ലേ. ഫ്രീ പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷൻ ഇതുപോലെ പ്ലെയിൻ വേവ് ആണെങ്കിൽ ഫ്രീ അല്ലാത്ത പാർട്ടിക്കിൾസിന് ദേ വിൽ ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ എ വാട്ട് ഈസ് നോൺ ആസ് എ വേവ് പാക്കറ്റ്. What is a wave packet? Wave packet is something like this. You can see at infinity the function is 0 and comes here. At some point that function has some particular wavy nature, okay, like this, and it diminishes again. Then at plus infinity it is again 0. So this type of quantity is called a wave packet. Okay, so whatever, if a particle is not free, then its wave function can be represented like this. But if a particle is free, its wave function can be represented by a plane wave. That is, a plane wave നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? Plane wave is nothing but a sine function from all together from infinity to our point. ഇതാണ് പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. പ്ലെയിൻ വേവിന് അത് ഇൻഫിനിറ്റി പോയാലും ആ സൈൻ നേച്ചർ ആയിരിക്കും, മൈനസ് ഇൻഫിനിറ്റിയിൽ പ്ലസ് ഇൻഫിനിറ്റിയിൽ. പക്ഷേ ഒരു വേവ് പാക്കറ്റ് എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടോ, ഈ ഒരു പോയിന്റിൽ അത് കോൺസെൻട്രേറ്റഡ് ആണ്. സോ ദിസ് ഈസ് നോൺ ആസ് വേവ് പാക്കറ്റ്. ആൻഡ് let me admit somewhere. Okay, so നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ ഈ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് psi prime is equal to a e power I k x prime minus omega t prime എഴുതാം. Now
നമ്മൾ മാസ് ഈ പർട്ടിക്കുലർ മാസ് കിടക്കുന്നത് എസ് പ്രൈം ഫ്രെയിമിൻ്റെ ഒറിജിനിലാണ് അല്ലേ. ദാറ്റ് മീൻസ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു 0. Okay, now suppose the omega, the frequency, the angular frequency is omega 0, then our wave function നമുക്ക് എങ്ങനെ എഴുതാം? psi prime is equal to a e power minus I omega 0 t prime എന്ന് എഴുതാം. Because x0 equal to x prime is equal to 0. x prime is equal to 0. I'm really sorry. Since നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യാം. Tomorrow onwards we will send the link to all in the invitation email. Please join using the invitation email, okay, so that I don't want to admit you here. Okay, you can directly enter the class. Okay, so please use the invitation link. Okay, so come back. So you can represent this. Now so far we have written the wave function in the reference frame of the mass. M0 മാസിൻ്റെ റെഫറൻസ് ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ ഇതുവരെ എഴുതിയിരിക്കുന്നത്. നൗ ഇഫ് യു കൺവേർട്ട് ടു ഒബ്സർവർ റെഫറൻസ് ഫ്രെയിം, നമ്മൾ ഒബ്സർവർ റെഫറൻസ് ഫ്രെയിമിലേക്ക് മാറുകയാണെങ്കിൽ ദ വേവ് ഫംഗ്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. psi prime is equal to a e power minus I omega 0 gamma into whatever appear t prime here, we will replace it by gamma into t minus vx by c square. Who told to do this? Yeah, special relativity tells that. Okay, special relativity നമ്മൾ രണ്ട് റെഫറൻസ് ഫ്രെയിം, ഒരു റെഫറൻസ് ഫ്രെയിം മറ്റൊരു റെഫറൻസ് ഫ്രെയിമിനെ അപേക്ഷിച്ച് v വെലോസിറ്റിയിൽ ലീനിയർലി മൂവ് ചെയ്യുകയാണെങ്കിൽ then there the time are related by t prime is equal to gamma t minus vx by c square. So if you change this then you can obtain the wave function. Okay, so this is the wave function of the particle mass at particle with mass m0 at x prime equal to 0 when observed from the s frame മാറി s frame s പ്രൈമിൽ റെസ്റ്റിൽ കിടക്കുന്ന ഒരു മാസിൻ്റെ വേവ് ഫംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, നൗ okay, of course we applied Lorentz transformation for t prime. Then നമ്മൾ അതിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. I omega t prime okay, so നമുക്ക് ഇങ്ങനെ എഴുതാം. then okay I just rearrange this. ഈ മൈനസ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തു, അപ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, ആ മൈനസ് പ്ലസ് ആയി. then ഗാമ ഒമേഗ 0 വി എക്സ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ ഇവിടെ മൈനസ് ഒമേഗ 0 ഗാമ ടി ഉണ്ട്, മൈനസ് ഒമേഗ 0 ഗാമ ടി ഇവിടെ എഴുതി. ഓക്കെ, so now this can be compared with a standard form of wave. Okay, ആ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് വേവിനായിട്ട് കമ്പയർ ചെയ്യാം. എങ്ങനെയാ? We can compare it with a standard wave like this. നോക്കൂ, this is kind of kx minus omega t, right? Yeah, this is a kind of kx minus omega t. Therefore we can write k is equal to gamma omega 0 v by c square. Gamma omega 0 v by c square. This is our new k. പക്ഷേ നമുക്ക് we can slightly rearrange this and write h nu 0 എന്താണ്? h cross omega 0 is actually equal to h nu 0. Okay, and that is the energy of the wave packet. നമ്മൾ വേവ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ക്വാണ്ടിറ്റി മാസിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. എനർജി m0 c square ആണ് നമ്മൾ പറഞ്ഞു. therefore we can write h nu 0 is equal to h cross omega 0 is equal to m0 c square, or omega 0 is equal to h cross പുറത്തേക്ക് എടുത്താൽ omega 0 is equal to m0 c square by h cross. Okay, so നമുക്ക് h cross h cross അറിയാലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. h cross is nothing but reduced Planck's constant and it is h by 2 pi. This is the Planck's constant, this is the reduced Planck's constant. Okay, now so we substitute instead of h bar we substitute this is m0 c square by h. then k എന്താണ്? കേക്കുള്ളത് ഗാമ ഒമേഗ 0 ബൈ വി ബൈ സി സ്ക്വയർ ആണ്. സോ ഒമേഗ 0 ഓൾറെഡി നമുക്ക് കിട്ടി, ഇനി എന്ത് ചെയ്യുക? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഗാമ വി ബൈ സി സ്ക്വയർ ഇൻറ്റു ഒമേഗ 0 എന്താണ്? ഒമേഗ 0 ഈസ് നത്തിങ് ബട്ട് m0 c square divided by h cross square, right? Yes. So we obtain finally the k is equal to m0 c square gamma v by c square h cross. Okay, so finally നമുക്കറിയാം ഗാമ m0 എന്താണ്? ഗാമ m0 is nothing but gamma m, because
This is in the rest frame. M0 is the mass in the rest frame. So when looking from the another frame, we can write it as m is equal to gamma m0, where gamma is the relativistic factor, that is 1 by root 1 minus v square by c square. This is called gamma. Okay, so other substitute finally we can obtain this as k is equal to mv. Gamma m0 gamma m0 m. So mv by h cross, or mv is the classical momentum. So this is p by h cross. Now what is k? K is 2 pi by lambda. K is equal to 2 pi by lambda. So therefore we can write from this 2 pi by lambda is equal to p by h cross, or taking reciprocal on both sides, lambda by 2 pi is equal to h cross by p. But h cross എന്നാണ് h cross by 2 pi ആണ് into 1 p അല്ലേ. So ഈ 2 pi cancel ആയി, then lambda is equal to, we obtain lambda is equal to h by p. So this is how lambda is equal to h by p. This is how de Broglie obtained the matter wave equation, or the matter wavelength equation. So this is the exact way de Broglie arrived at the expression. Okay. Now let's calculate the lambda, that is the matter wavelength or de Broglie wavelength for a relativistic particle. Okay, for a relativistic particle we have the relativistic formula E square is equal to p square c square plus E0 square. Okay, ഒരു relativistic particles നമുക്കറിയാം E square is equal to p square c square plus E0 square, where E0 is the rest mass and p is the momentum, right? From this equation we can write Pc is equal to root of E square minus ഇതിനെ പുറത്തേക്ക് എടുത്തു, അപ്പം എന്താവും E square minus E0 square ആവും അല്ലേ. then root എടുത്തു രണ്ട് സൈഡിലും, then root of Pc is equal to root of E square minus E0 square. Now the de Broglie wavelength of the particle, substitute for Pc, നമുക്കറിയാം lambda is equal to h by p ആണ്, therefore we can multiply and divide by c, then this is equal to hc by pc. hc by pc ആണ്, pc ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, hc ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് e square minus E0 square. So that is what I have written here. So h by lambda is equal to h by p is equal to hc by pc is equal to lambda relative, ഇത് റിലേറ്റിവിസ്റ്റിക്കിൻ്റെ ആണെന്നുള്ള റിലേറ്റീവ് ആണ്, റിയൽ ഉദ്ദേശിക്കുന്നത് റിലേറ്റിവിസ്റ്റിക് ആണെന്നുള്ളതാണ്, hc by root of e square minus E0 square. Okay, now since the total energy is the sum of kinetic energy and potential energy, we can also write E is equal to E plus E kinetic energy plus E potential energy or the rest mass energy. Okay, so this is the total energy. Then we can write, let me take next slide. E എന്ന് പറഞ്ഞതാണ് total energy is the kinetic energy plus rest mass energy. Therefore E square എന്താണ്, E square is E0 square plus EK square plus 2E0 EK. Now let's pull this E0 from this side to this side, then E square minus E0 square is equal to EK square plus 2E0 EK. Okay, so finally we have E0 minus E square minus E0 square is equal to EK square plus 2 EK E0. Now if you look at the last slide, last slide നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്ലൈഡ് നോക്കുക, ഇവിടെ എന്താണുള്ളത്, hc lambda relative is equal to hc divided by root of E square minus E0 square, and this E0 square, E square minus E0 square ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എന്ത്, it is nothing but yes this thing, lambda relative is equal to EK square plus 2 EK E0. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we have another equation in terms of EK and E0. Okay, നേരത്തെ നമ്മൾ ഇൻ്റെയും E0ൻ്റെ ടേംസിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം കൈനറ്റിക് എനർജിയുടെയും E0ൻ്റെ ടേംസ് ഉണ്ടാവും. പല രൂപത്തിൽ പ്രോബ്ലംസ് വരാം, അപ്പോൾ ഓരോ രൂപത്തിലും വരുമ്പം ഓരോ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയും റെസ്റ്റ് മാസ് എനർജിയും തന്നിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, അതല്ല ടോട്ടൽ എനർജിയും ആണ് തന്നിരിക്കുന്നത് മറ്റു ഇക്വേഷൻ വെച്ചാൽ. ഓക്കെ, സോ ദാറ്റ്സ് now for non-relativistic particles. Of course, how can we distinguish between a relativistic particle and non-relativistic particle, or based on what we differentiate between these two?
Yeah, it is the idea here. When the kinetic energy of a particle is very very less than its rest mass energy, okay, when the kinetic energy, this is the criteria for deciding whether a particle is relativistic or not. Ek is very very less than E0, then we can write Ek by E0 is very very less than 1. So such particles are called non-relativistic particle. Non-relativistic particle. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ വരാറുണ്ട് ക്വസ്റ്റ്യനിൽ. ഫോർ എക്സാമ്പിൾ എ 0.5 electron volt electron is moving through a potential barrier എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ 0.5 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി എത്രയാണ്? 0.5 MeV ആണ് അല്ലേ? 0.5 MeV കമ്പയർ ചെയ്യുമ്പോൾ 0.5 EV വളരെ ചെറുതാണ്. സോ therefore this 0.5 electron volt electron is actually a non-relativistic particle. മനസ്സിലായോ? സോ റെസ്റ്റ് മാസ് എനർജിനേക്കാളും കുറവാണെന്ന് മനസ്സിലായി. അതുപോലെയാണ് അങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുക? ദ പാർട്ടിക്കിൾ ഈസ് റിലേറ്റിവിസ്റ്റിക് ആണോ? റിലേറ്റിവിസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, റിലേറ്റിവിസ്റ്റിക് അല്ലെങ്കിൽ അത് ഈ പറയാൻ പോകുന്ന ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ വെൻ Ek is very very less than E0, then that implies Ek by E0 is very very less than 1. Then we can from this lambda ഈ ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇൻസ്റ്റെഡ് ഓഫ് we can pull out one Ek, we can pull out one Ek and write, or we can pull out 2 Ek E0. Okay, from this equation let's pull out, ഇവിടെ നമുക്ക് Hc divided by okay so let me write it as Hc divided by root of, ഇതിനകത്ത് ഞാൻ 2 Ek E0 കോമൺ ആക്കി എടുക്കണം. സോ 2 Ek E0 ഇൻറ്റു റൂട്ട് ഇനി റൂട്ട് വേണ്ട ഇൻറ്റു ഇവിടെ എന്താണ് 1 ഉണ്ടാവുക, 1 പ്ലസ് Ek സ്ക്വയറിൻ്റെ അവിടെ നമുക്ക് ഒരു Ek എടുത്തു, ബാക്കി ഒരു Ek ഉണ്ടാവും. പിന്നെ E0 ഇല്ലാത്തടത്ത് നമ്മൾ എടുത്തത്, അതുകൊണ്ട് ഒരു E0 ഡിവൈഡ് ചെയ്യും അല്ലേ? E0 കൊണ്ട് ഡിവൈഡ് ചെയ്യും. E0 Ek to Ek E0 ഒരു 2 ഉണ്ടാവും അല്ലേ? there will be a 2 also. So that is written here in the side. ഇവിടെ ഒരു Ek by mistake വന്നിട്ടുണ്ട്. Okay, so the typing mistake ആണ്. 2 Ek square divided by 2 E0. Then we can write it as 2 Ek E0 into 1 plus Ek by E0. നോക്കൂ, from assumption for non-relativistic particle Ek by E0 is very very less than 1, therefore we can approximate it as 0. Therefore our equation reduces to Hc by 2 Ek E0, and that is equal to Hc by 2 Ek into E0 എന്നാണ്. that is the rest mass energy, and which is obtained as m0 c square if rest mass is given. rest mass തന്നിട്ടുണ്ടെങ്കിൽ rest mass energy കണ്ടുപിടിക്കാൻ ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. and finally we can write it as 2m0 എന്ത് ചെയ്യാം, ഇവിടെ ഈ സി സ്ക്വയർ ഞങ്ങൾക്ക് കോമൺ ആക്കി, സി സ്ക്വയർ ഞങ്ങൾക്ക് പുറത്തെടുത്താൽ സി ആവും അല്ലേ? സിയും സിയും ക്യാൻസൽ ആവും. ഫൈനലി h by root 2m0 Ek. This is the expression for a non-relativistic particle. Now, so what is the difference between a relativistic particle and non-relativistic particle in de Broglie wavelength? For a relativistic particle we obtained lambda relativistic is equal to Hc divided by root of E square minus E0 square അല്ലേ? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് ലാംഡ നോൺ റിലേറ്റിവിസ്റ്റിക് ഇസ് ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m0 Ek. ഇതാണ് നമുക്ക് കിട്ടിയത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ടോട്ടൽ എനർജി ഡിപ്പെൻഡ് ആണ്. ഹിയർ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ കൈനറ്റിക് എനർജി. ഇവിടെ റെസ്റ്റ് മാസ് ഡിപ്പെൻഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ചേഞ്ച്. നൗ in the case of non-relativistic particle we have 3 different cases. Okay, for example, when a particle is charged particle ആണെങ്കിൽ നമ്മൾ അതിന്റെ kinetic energy എങ്ങനെ കണ്ടുപിടിക്കുക? We know if a particle is charged and it is in the potential V, then its energy is QV. Okay, similarly you can calculate for each of the charged particles like this. For an electron, if Q is equal to E and M is equal to Me, where Me is the mass of the electron, then lambda is equal to
h by root of 2m e ev. Okay, h by root of 2m ev. നമുക്ക് e k നമ്മൾ ev എന്ന് എഴുതി. And this can be calculated. This quantity, all these quantities are constants. Therefore, we can numerical calculation നടത്താം. And finally, we obtain its result as 12.26. So, therefore, for an electron, if it is accelerating through a potential v, then the de Broglie wavelength will be 12.26 divided by root v Armstrong. Okay, so this is the correct answer. This is the answer. So question ingane vannu kanyal for an electron de Broglie wavelength enna vechal just v multiply ചെയ്താൽ മതി. Now if instead of v we have given the kinetic energy itself, kinetic energy മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ we can substitute it here. Okay, so according to the problem നമുക്ക് question എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് കേസ് നമുക്ക് പ്രോട്ടോൺ നോക്കാം. പ്രോട്ടോണിന്റെ കേസിൽ ചാർജ് എന്താണ്? ചാർജ് സെയിം ആണ്, q is equal to e തന്നെയാണ്, പക്ഷേ മാസ് എന്ത് ചെയ്യും? മാസ് ചേഞ്ച് ചെയ്യും അല്ലേ? സോ ആക്ച്വലി mp is equal to 1836 me ആണ് അല്ലേ? 1836 ടൈം അധികമാണ് മാസ് ഓഫ് പ്രോട്ടോൺ അക്കോർഡിംഗ് ടു our table. Okay, so we can write this as h by root of 2mpev, and again we can calculate this numerical value, and that is obtained as 0.286. Okay, so 0.286 divided by root v Armstrong. So this is the wavelength, de Broglie wavelength of a proton. Now for an alpha particle you can similarly calculate q is equal to 2e ആണ്, m is equal to m alpha ആണ്, lambda is equal to, if you calculate this quantity, it's obtained as 0.101 Armstrong by root v Armstrong. Okay, now what happens for the neutral particles? If you are asked to find the de Broglie wavelength of neutral particles and also non-relativistic neutral particles ആണെങ്കിൽ, then we can obtain the energy, neutral particles in energy നമ്മൾ obtain ചെയ്യുന്നത് using equipartition theorem ആണ്. Okay, equipartition എന്താണ്? Energy, kinetic energy is proportional to kBt, where T is the temperature and B is the Boltzmann constant. Okay, Boltzmann constant. So we can write Ek is equal to xi kBt, where what is xi? Where xi is the dimension of space. നമ്മൾ തന്നിരിക്കുന്ന space dimension, where constant xi depends on the dimension of n of the space, and spin s of the particle. ഒരു പാർട്ടിക്കിളിന് സ്പിൻ ഉണ്ടെങ്കിൽ ആ സ്പിന്നിനെയും ഡയമെൻഷൻ്റെ സ്പേസിൻ്റെ ഡയമെൻഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അത് xi എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഫോർ എ പാർട്ടിക്കിൾ ഇൻ 3 dimensions വിത്ത് സ്പിൻ ഹാഫ്, 3 dimensional spin half particle ആണെങ്കിൽ it will be calculated as Ek is equal to 2 into, where 2 എന്താണ്? 2 is obtained from the spin. Okay, spin എന്താണ്? Spin half ആണ്, so 2s plus 1 ആണ് ഈ factor. This is 2s plus 1, so s is equal to half, അതുകൊണ്ട് this factor become 2. Now this is the dimension 3 is the dimension, and there is a half kt. This is from equipartition theorem, that is half kt for each degree of freedom. So finally you multiply 2 into 3, 6 by 2, that is 3. So 3 kt is the answer. Therefore you can substitute the Ek in the equation for our lambda, that is the wavelength h by 3m kt. Okay, oh it's already 8:01. Okay, I have 15 minutes more. We'll discuss more things. Okay, so next for a particle in one dimension with spin s equal to 3/2. Okay, 3/2 ആണ്, 1 dimensional ആണ്. അങ്ങനെയാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞ xi എന്നുള്ള കോൺസ്റ്റന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? This xi can be calculated. 2s plus 1 ആണ് അല്ലേ? s 3/2 ആണ്, therefore 2 into 3 by 2, that is 3 plus 1 is 4. Then dimension 1 ആണ്, so n equal to 1, then half kt, so you get 2 kt as a general. So lambda is equal to h by 2m kt. Okay, so now up to this I think everything is clear. If you have any doubts you can ask now, otherwise we'll move forward to Bohr quantization. That is the next part of the syllabus.
അല്ല, സ്പിൻ ഇലക്ട്രോൺ 2 ലെവൽ സിസ്റ്റം ആണെങ്കിലല്ലേ സ്പിൻ 3/2 ഹാഫ് ആവുള്ളൂ. For this is a 4 level system. Spin 3/2 എന്നൊരു 4 level system ആണ്. Okay, for example, a quark or a baryon. Okay, ഒരു കോമ്പോസിറ്റ് സിസ്റ്റം ആണ്. അതായത് കുറേ ക്വാർക്സ് കൂടിച്ചേർന്ന സിസ്റ്റംസ്, കുറേ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന സിസ്റ്റംസിനെ നമുക്ക് കോമ്പോസിറ്റ് സിസ്റ്റംസ് എന്ന് പറയും. അത്തരം കോമ്പോസിറ്റ് സിസ്റ്റംസിന് നമുക്ക് സ്പിൻ 3/2 ഒക്കെ നെറ്റ് സ്പിൻ അങ്ങനെ വേണ്ടി പറയാം. സ്പിൻ ഹാഫ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഒറ്റ സിംഗിൾ പാർട്ടിക്കിൾ അല്ലേ, സിംഗിൾ പാർട്ടിക്കിൾ. ഇതാകുമ്പോൾ കുറേ ക്വാർക്സ്, ഇപ്പം ബാരിയോൺസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്വാർക്സ് കൂടിച്ചേർന്നതാണ്. അപ്പോൾ ബാരിയോൺസിൻ്റെ ഒക്കെ സ്പിന്ന് 3/2 ഒക്കെ ആവാം. Okay. Okay, so far I think there are no doubts. Then we can move forward to Bohr condensation. So ഈ പിക്ചർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് തോന്നുന്നു. Okay, this figure is ആക്ച്വലി ഇത് ബോർ കോണ്ടൻസേഷൻ, ബോറിൻ്റെ ഐഡിയ അല്ല ഈ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫിഗർ ഹാസ് നമുക്ക് ലേറ്റർ പിന്നീട് ബോർ അദ്ദേഹത്തിൻ്റെ കോണ്ടൻസേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആക്ച്വലി ബോറിൻ്റെ ആ കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്രയും ജിയോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷേ ഈവൻ ദിസ് തിങ് ഹാസ് കെയിം ആഫ്റ്റർ ബോർസ് ഡിസ്കവറി. എന്താ ബോറിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത്? ബോർ പറഞ്ഞത് നമുക്കറിയാം, ബോറിന് മുമ്പ് നമുക്ക് ഉള്ള ആറ്റം മോഡൽ എന്ന് പറയുന്നത് റൂദർഫോർഡ് ആറ്റം മോഡലാണ്. ഓക്കെ, ഇൻ ദ റൂദർഫോർഡ് ആറ്റം മോഡൽ there was a flaw in the Rutherford atom model that people tend to argue that if the electrons are orbiting around the nucleus, okay, then why shouldn't electrons emit radiation and lose their energy? നമുക്കറിയാം ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം നമുക്കറിയാം, എനി ആക്സിലറേറ്റിംഗ് ചാർജ് വിൽ റേഡിയേറ്റ്. ഓക്കെ, സോ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ നമുക്കറിയാം ന്യൂക്ലിയസ് സെൻട്രലാണ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യും. ദെൻ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ലൂസ് ചെയ്യാന്ന് അർത്ഥം. എനർജി ലൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് കുറഞ്ഞു വരും ഓർബിറ്റിൻ്റെ. ഫൈനലി ഇറ്റ് വിൽ ഫാൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. Therefore all atoms are unstable. This was the flow of Rutherford atom model, and Bohr came up with a solution for that. Okay, Bohr came up with the solution for that. Okay, now the solution was quantization. Okay, Bohr until Rutherford the word quantization was not introduced. Okay, because for a particle which is orbiting a nucleus, it can take any number of any magnitude of its wavelength. അതിൻ്റെ വേവ് ലെങ്ത് നമുക്ക് ഏത് മാഗ്നിറ്റ്യൂഡും ആവാം, അല്ലെങ്കിൽ ഏത് വാല്യൂവും പോസിബിൾ ആണ്. ബട്ട് ബോർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ടേക്ക് ഓൾ വേവ് ലെങ്ത്സ്. സം പർട്ടിക്കുലർ ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് വേവ് ലെങ്ത്സ് ആർ ഓൺലി പോസിബിൾ ഫോർ ഓർബിറ്റിംഗ് ഇലക്ട്രോൺസ്. ബട്ട് അപ്പോഴും ബോറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് റിവോൾവിംഗ് ഇലക്ട്രോൺസ്. ബോറും പറയുന്നത് എന്താണ്? റിവോൾവിംഗ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു ടേമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ബോർ. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഇലക്ട്രോണിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും സ്റ്റേഷനറി സ്റ്റേറ്റ്സിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് റേഡിയേറ്റീവ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ശരിക്കും ബോർ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവിടെയും ബോർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വൈ ഡു accelerating charges do not radiate. Okay, so Bohr actually but Bohr was very successful in producing the mathematics or the quantization producing Bohr was very successful. Okay, so what was the flow of Bohr? Bohr's flow correct ചെയ്തിരിക്കുന്നതാണ് modern quantum mechanics principle. So modern quantum mechanics pragaram electron does not revolve around nucleus. That is the very idea. Okay, electron you cannot say that a point electron is revolving around the nucleus. You can never say that. It's actually the probability cloud around the nucleus. Electron is not something like a ball. Electron is not something like a point charge.
but electron is something like a probability cloud. Okay, and you can say that this cloud it has presence everywhere. Okay, even if we are not making a measurement, നമ്മളൊരു മെഷർമെന്റ് മേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ ഇലക്ട്രോണിന്റെ പ്രസൻസ് ആ ന്യൂക്ലിയസിന് ചുറ്റും എവ്രിവെയർ പ്രസന്റ്, എല്ലായിടത്തും പ്രസന്റ് ആണ്. then there is no question of revolving. അങ്ങനെയാണെങ്കിൽ റിവോൾവ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ. അങ്ങനെയാണ് മോഡേൺ ക്വാണ്ടം മെക്കാനിക്സ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Okay, so these are very interesting progression in quantum mechanics if you study it. Okay, so this is the idea. ഈ ഇത് വെച്ചിട്ടാണ് ബോറിൻ്റെ സെയിം ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നോക്കൂ, if the wave function of an electron is represented by a wave, then നമുക്കറിയാം if the waves can be represented by standing waves, അത് നമ്മൾ പറയും ഓൺലി സ്റ്റാൻഡിങ് വേവ്സ് സാറ്റിസ്ഫൈസ് ബോർസ് കണ്ടീഷൻസ്. ബോറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സ്റ്റാൻഡിങ് വേവ്സ് മാത്രമാണ്. ഓക്കെ, സോ സ്റ്റാൻഡിങ് വേവ്സ് ആണെങ്കിൽ ഒരു സ്റ്റേബിൾ ഇലക്ട്രോൺ സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ഓർബിറ്റ്സ് എപ്പോഴും ക്ലോസ്ഡ് ആവണം. ഓക്കെ, ഇതുപോലെ ഇത് ക്ലോസ്ഡ് അല്ല, ദിസ് ഈസ് ഓപ്പൺ, രണ്ടെൻഡും ഓപ്പൺ ആണ്. ഇങ്ങനെ നമുക്കൊരു ഇലക്ട്രോൺ ഉണ്ടാവാൻ കഴിയില്ല, ബിക്കോസ് ദിസ് ബ്രേക്സ് ദ diverge, this will diverge. Okay, so ഇതുപോലെ ക്ലോസ്ഡ് ആവണം. ക്ലോസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? the wavelength must be an integer multiple of h crossന്റെ integer multiple ആവണം. Okay, so from this it is very clear, but let's see എങ്ങനെയാണ് ബോർ ഇതിലേക്ക് പോയത്. നമുക്ക് ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. Okay, and these are called Bohr's postulates. Bohr postulates വന്നത് an electron can revolve around the nucleus in certain fixed orbits. കണ്ടോ, ബോർ ഇപ്പോഴും പറയുന്നത് ഫിക്സ്ഡ് ഓർബിറ്റ്സ് എന്നാണ്. he does not explain why that orbital electrons does not radiate. Okay, an electron can revolve around nucleus in certain fixed orbits of definite energy without emission. He does not explain why it does not emit, but he just say that it does not emit radiation of energy. It does not emit radiant energy. Such orbits he calls stationary orbits. Okay, അത്തരം ഓർബിറ്റ്സിന് അദ്ദേഹം വിളിക്കുന്നത് സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പം അദ്ദേഹം ജസ്റ്റ് അങ്ങ് പറയാണ് ഇങ്ങനെ സ്റ്റേഷനറി ഓർബിറ്റ്സിനകത്ത് റിവോൾവ് ചെയ്യുമ്പം റേഡിയേറ്റ് ചെയ്യൂല എന്ന്. Okay, but that is not satisfactory explanation, because we know that orbit revolve ചെയ്യണമെങ്കിൽ of course it must radiate. Okay, so he somehow hides some thing, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. Okay, next, second postulate of Bohr is an electron can make transition from a stationary state to higher energy state E2 to a state of lower energy E1. in doing so, അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാം, ഒരു ഹയർ ലെവലിൽ നിന്ന്, ഇതുപോലെ സ്റ്റേഷനറി ഓർബിറ്റ്സ് കുറേ ഉണ്ട്. ഒരു ആറ്റത്തിൻ്റെ അറൗണ്ടിൽ, ഒരു ന്യൂക്ലിയസിൻ്റെ അറൗണ്ടിൽ ഇതുപോലെ കുറേ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ ഹയർ ലെവൽ സ്റ്റേറ്റ്സിൽ നിന്ന് ലോവർ ലെവൽ സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജമ്പ് ചെയ്യാം. ഓക്കെ, ട്രാൻസിഷൻ നടത്താം. An electron can make transition from a stationary state of higher energy E2 to a state of lower energy E1, and in doing so it emits a single photon of frequency nu is equal to E2 minus E1 by h. Okay, so ഇവിടെ ഒരു രണ്ട് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേഷനറി സ്റ്റേറ്റ്സിൽ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഒരു പാർട്ടിക്കിളിന് ട്രാൻസിഷൻ നടത്താം. ആ ട്രാൻസിഷൻ നടക്കുന്ന സമയം ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഫോട്ടോൺസ് എനർജി ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് ബൈ ദർ എനർജി ഡിഫറൻസ്. അത് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് ഇവിടെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ഓഫ് കോഴ്സ്. Now conversely, on absorbing an energy, അതുപോലെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത്രയും എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്താൽ മതി, അബ്സോർബ് ചെയ്താൽ മതി താഴെയുള്ള ഇലക്ട്രോൺ. ഓക്കെ, താഴെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ അബ്സോർബ് ചെയ്താൽ മതി. ഓക്കെ, now the third postulate is very important, and അതാണ് നമുക്ക് ഫർദർ മോഡിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, only those orbits are allowed for which angular momentum of the electron is an integral multiple of h by 2 pi. So this is the Bohr quantization postulate. എന്താ ബോർ എന്ന് പറയുന്നത്, ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ അലൗഡ്. ഇലക്ട്രോൺസിൻ്റെ അകത്ത് അല്ല, ന്യൂക്ലിയസിൻ്റെ സറൗണ്ടിങ്ങിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സിലൂടെയാണ് ഓർബിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഈ സ്റ്റേഷനറി സ്റ്റേറ്റ്സിനകത്ത് തന്നെ ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആംഗുലർ മൊമെൻറ്റം ഏത് വാല്യൂ എടുക്കാൻ പറ്റില്ല. ഓൺലി ദോസ് ആംഗുലർ മൊമെൻറ്റം
such that the angular momentum of the electron is an integral multiple of h by 2 pi, that is nh by 2 pi. L is equal to nh by 2 pi. So this is the condition known as Bohr quantization condition. L is equal to nh by 2 pi. Okay, or ഇതിനെ ചില ആളുകൾ പിന്നെ ഇങ്ങനെയും പറയാറുണ്ട് MVR is equal to NH cross. Okay, രണ്ടും സെയിം ആണ്. MVR is equal to NH എന്നാണ്, L is equal to NH cross അല്ല സോറി L is equal to NH by 2 pi എന്നാണ്. It is MVR is equal to NH cross. Okay, the same condition ആണ്. L is equal to NH by 2 pi. So ആംഗുലർ മൊമെന്റ് എന്താണ്, ഒരു h by 2 പൈയുടെ ഒരു ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ ആ ഓർബിറ്റ്സ് അലൗഡ് ആയിട്ടുള്ളൂ. അത്തരം ഓർബിറ്റ്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ, so how now let's move on. De Broglie wavelength of hydrogen atom in terms of radius orbit can be obtained as follows. Okay, so using Bohr's third postulate, we can write L is equal to mv, R is equal to nh by 2 pi, which implies mv is equal to nh by 2 pi r, where n is equal to 0, 1, 2, etc. Then we can say that h by 2 lambda is equal to h by p is equal to h by mv is equal to 2 pi r by m. So ഈ ഐഡിയ എന്നാണ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച ഫിഗറിലേക്ക് പോകുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ലാംഡ ഈ ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ലാംഡ മസ്റ്റ് ബി ക്വാണ്ടൈസ്ഡ്, that is wavelength must be quantized. That means wavelength cannot take all values. Instead 2 pi r by n, where n is an integer. So there is a restriction for lambda values. Lambda values in a restriction. Only those values which satisfy this condition are possible for lambda. Okay, this means that not all wavelengths are possible, only discrete wavelengths are possible for hydrogen atom. Okay, so this is the idea of Bohr quantization. Okay, now ഈ ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേവ് നമുക്ക് കണ്ടുപിടിക്കണം. ബിക്കോസ് വി ഹാവ് ടു റെപ്രസെൻറ്റ് ദ വേവ് ഫംഗ്ഷൻ ബൈ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ ടൈപ്പ് വേവ്സ് നമുക്ക് ഇതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ട്രാവലിംഗ് വേവ്സ് എടുത്ത് നോക്കാം. ഓക്കെ, വാട്ട് അബൌട്ട് ട്രാവലിംഗ് വേവ്? Traveling waves are not satisfied this condition because traveling wave can take any value of the wavelength. Wavelength നമുക്ക് എന്ത് ചെയ്യാം, ഏത് വാല്യൂം പോസിബിൾ ആണ്. സോ ട്രാവലിംഗ് വേവ്സ് ആർ നോട്ട് പോസിബിൾ ആസ് എ കാൻഡിഡേറ്റ് ഫോർ de Broglie മാറ്റർ വേവ്സ്. ഓക്കെ, മാറ്റർ വേവ്സിന് അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന് എന്താകാൻ പറ്റില്ല, ട്രാവലിംഗ് വേവ്സ് ആവാൻ പാടില്ല. ദെൻ പിന്നെന്താ പറ്റുക, ക്യാൻ വി ടേക്ക് സ്ഫെറിക്കൽ വേവ്സ്? No, spherical waves are also not possible because they are also because it is called for a wave function of hydrogen, because they are also cannot be quantized. Now the solution comes from standing waves. Okay, solution comes from standing waves. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള സെക്ഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് വേവ്? സ്റ്റാൻഡിംഗ് വേവ് രണ്ട് എൻഡിലും ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ നമ്മൾ പ്ലക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ, സെൻറ്ററിലോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ പോർഷനോ നമ്മൾ പ്ലക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ ദർ വിൽ ബി സ്റ്റാൻഡിംഗ് വേവ്സ്, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദി സ്ട്രിങ്, അല്ലേ? ദാറ്റ് സ്റ്റാൻഡിംഗ് വേവ്. ദാറ്റ് സ്റ്റാൻഡിംഗ് വേവ് ഹാസ് മാച്ചിങ് പ്രോപ്പർട്ടി ഫോർ അവർ വേവ് ഫംഗ്ഷൻ. എന്താണ് ദാറ്റ് സ്റ്റാൻഡിംഗ് വേവ്? ഈസ് ആക്ച്വലി ഇറ്റ് ഹാസ് ക്വാണ്ടൈസേഷൻ ഇൻ ഇറ്റ്. ആ സ്റ്റാൻഡിംഗ് വേവ്സിനകത്ത് ക്വാണ്ടൈസേഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ദേ ആർ കോൾഡ് ഹാർമോണിക്സ്, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റാൻഡിംഗ് വേവ്സിന് ഫസ്റ്റ് ഹാർമോണിക്, ഫണ്ടമെന്റൽ ഹാർമോണിക്, ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഓവർടോൺസ്, തേർഡ് ഓവർടോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദീസ് ആർ ആക്ച്വലി ദ ക്വാണ്ടൈസേഷൻ ആൻഡ് ദീസ് ആർ വെരി ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ അവർ വേവ് ഫംഗ്ഷൻ ഫോർ എ ഹൈഡ്രജൻ ആറ്റം സാറ്റിസ്ഫൈങ് ബോർ കണ്ടീഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ്സിൽ എൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ quantized orbits of electrons. Okay, so ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം കൊടുത്തു നോക്കൂ. സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്, ലാംഡ 1 is equal to 2 pi by 1. അതായത് വേവ് ലാംഡ 2 pi ആവാം, അല്ലെങ്കിൽ ലെങ്ത്ത് ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ് ലാംഡ ബൈ 2 ആവാം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ലാംഡ ബൈ 2. ഓക്കെ,
So in that case, we can take lambda is equal to 2L. And first harmonic, first overtone, this are in this case L is equal to lambda. അതായത് ഒരു ലാംഡ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ആണ്. Therefore L is equal to lambda, or lambda 1 is equal to 2 pi by 2. That means pi. Wavelength pi ആണ്. So this, in this way you can denote all this. Okay. So this is the so let me stop here. So ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. സോ n ഈക്വൽ ടു 1 ഉള്ള കേസ് നമുക്ക് ഇതുപോലെ അതൊരു സർക്കിളിൻ്റെ അകത്ത് നമുക്ക് ഹാഫ് വേവ് ലെങ്ത് ഉള്ള ഒരു വേവിനെ സർക്കിളിൻ്റെ റൗണ്ടിൽ ചുറ്റാൻ നമുക്ക് പ്രയാസമാണ് അല്ലേ. 2 വേവ് ഇതൊക്കെ നമുക്ക് ഈസിയാണ്. അതായത് ദിസ് ഈസ് എ ഫുൾ വേവ് ലെങ്ത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദിസ് ഈസ് എ 0 പോയിൻറ്റ് ആൻഡ് pi by 2 അല്ല pi by 4, then again pi by 2 like this. ഓക്കെ. ഏതുപോലെയാണ് ആക്ച്വലി ഒരു സ്ട്രിങ് എടുത്തിട്ട് ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഇത് ഇനി ഈ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യുക, ദിസ് സ്ട്രിങ് ക്യാൻ ബി ബെൻഡ് ലൈക്ക് എ സർക്കിൾ. അപ്പോൾ ഈ വേവ് എന്താവും, അപ്പോൾ ഈ വേവ് ഇങ്ങനെ ആവും അല്ലേ. സോ ദാറ്റ് ഈസ് ഹൗ വി സീ. So this was the idea of bow. So തിരിച്ചു വരികയാണെങ്കിൽ let's see here. Yes, this ഇവിടെ എന്താണ് ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇത് എക്സാക്ട്ലി ക്ലോസ് ആവും. ഇഫ് നോൺ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ this will not be closed, right? So here we end our class right today, Bohr quantization, and tomorrow or today evening we will discuss various problems in this section. ഈ സെക്ഷനിൽ നെറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ഐ ഹോപ്പ് I think I can stop now. If you have any doubts regarding today's class, you can ask now. Otherwise I'll stop.